ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ, മക്കളെ സ്നേഹിക്കുകയും അവരുടെ വളർച്ചയ്ക്കായി മാതാപിതാക്കളായി നമ്മൾ ഓരോരുത്തരും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഈ വലിയ ശുശ്രൂഷ, അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥന, ബെനഡിക്റ്റ് പ്രയർ, ഇന്ന് 107-ാം ദിവസം. ഈ പ്രഭാതത്തിൽ നമ്മുടെ മക്കളെ ദൈവസന്നിധിയിലേക്ക്, കർത്താവിൻ്റെ തുറക്കപ്പെട്ട തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മവിശ്വാസമില്ലാതെ, ജീവിതത്തിൽ തങ്ങളുടെ കഴിവുകളെ മനസ്സിലാക്കാതെ, തനിക്ക് ജീവിതത്തിൽ ഉയരാൻ പറ്റുമെന്ന് ചിന്തിക്കാതെ, മനസ്സിലാക്കാതെ പരാജയങ്ങളിൽപ്പെട്ട് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് ഉൾവലിയുന്ന പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നല്ലതുപോലെ പഠിക്കുവാൻ ബുദ്ധി, കഴിവ്, ശക്തി എല്ലാം ഉണ്ടായിരുന്നു. ചെറുപ്പകാലങ്ങളിൽ നന്നായിട്ട് പഠിച്ചു, ചെറിയ ചെറിയ ക്ലാസ്സിൽ നന്നായിട്ട് പഠിച്ചെന്നാൽ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്കും പഠന മേഖലയിൽ പിന്നോക്കത്തിലേക്കായി, ചെറിയ പരാജയങ്ങളായി, ചെറിയ ഉഴപ്പുകളായി, പരീക്ഷകളിൽ പരാജയം സംഭവിച്ചവർ, അല്ലെങ്കിൽ ആത്മാർത്ഥമായി പഠിച്ചു എന്നാൽ നേടാൻ പറ്റിയില്ല എന്ന ആ ഒരു ദുഃഖത്തിൽ കഴിയുന്ന കുട്ടികൾ, അവരെല്ലാം നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവരിലേക്ക് കർത്താവിൻ്റെ വലിയ പ്രകാശം, ജ്ഞാനപ്രകാശം നിറയുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞ് ബുദ്ധിയുടെ തലങ്ങളിൽ വലിയ വിടുതൽ സംഭവിക്കുവാൻ, ഏതെങ്കിലും ബന്ധനങ്ങൾ അവരുടെ ബുദ്ധിയിലുണ്ടെങ്കിൽ, അവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ, അവരുടെ തലച്ചോറിനെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ, പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കുവാൻ ബുദ്ധിമുട്ട്, ഓർമ്മക്കുറവുണ്ടെങ്കിൽ, നല്ലതുപോലെ പഠിച്ചു, ചോദ്യപേപ്പർ കയ്യിലേക്ക് കിട്ടി, പരീക്ഷ എഴുതുമ്പോൾ ഞാൻ പഠിച്ചതാണ് എന്നാൽ വളരെ പെട്ടെന്ന് ബ്ലാങ്കായി പോകുന്ന ഒരു അവസ്ഥ നമ്മുടെ മക്കൾക്കുണ്ടെങ്കിൽ, സ്കൂളിൽ പോകുന്നതെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി എന്നാൽ സ്കൂളിലേക്ക് പോകാതെ കറങ്ങി നടക്കുന്ന കുഞ്ഞുങ്ങൾ, ഇന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 1-ാം വചനം, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാലിന്യം സംഭവിച്ചിട്ടില്ല എന്ന വചനം ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാനായിട്ടുള്ള അവസരമുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. നിങ്ങൾ മാതാപിതാക്കൾ ഓരോരുത്തരുടെയും കണ്ണുനീർ, നിങ്ങളുടെ വേദനകൾ കർത്താവ് കാണുന്നുണ്ട്. കർത്താവിൻ്റെ ഈ കാതുകൾക്ക് മാന്തി സംഭവിച്ചിട്ടില്ല എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി ഈ പ്രഭാതത്തിൽ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ വലിയ കൃപയും നിറയും. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. യെശയ്യാ 59:1. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ അവസരങ്ങളിലും അവിടുന്ന് ഇടപെടണമേ. മാതാപിതാക്കളായ ഞങ്ങൾ ഓരോരുത്തരും സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന അവിടുന്ന് കേൾക്കുകയും ഞങ്ങളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് മക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് തടസ്സമാകുന്ന എല്ലാ ബന്ധനങ്ങളെയും അവിടുന്ന് മാക്കിക്കളയണമേ. ഉഴപ്പ്, അലസത എന്നീ തിന്മകൾ മാറ്റി കൃപയിൽ ഞങ്ങളുടെ മക്കൾ വളരട്ടെ. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി, ആത്മധൈര്യത്തോടുകൂടി പരീക്ഷകളെ നേരിടുവാനും എഴുതുവാനും വിജയിക്കുവാനും ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.